റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ നിയമം 13 സഹായം ചോദിക്കുമ്പോൾ ആളുകളുടെ സ്വാർത്ഥയിൽ അപ്പീൽ ചെയ്യുക ഒരിക്കലും അവരുടെ ദയയിലോ നന്ദിയിലോ അല്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത് നിങ്ങൾക്ക് ഒരാളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അവരെ സഹായിച്ചതിന് മുൻപ് അവർ നിങ്ങൾക്ക് എന്തെങ്കിലും കടപ്പെട്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ്. പകരം ആ വ്യക്തിക്ക് ഈ സഹായം ചെയ്യുന്നത് കൊണ്ട് എന്താണ് നേട്ടം എന്ന് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്ന ചിന്തയിൽ അവർ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാകും. മനുഷ്യർ സ്വാർത്ഥരാണ്. അവർക്ക് ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ മാത്രമേ അവർ അതിന് തയ്യാറാവുകയുള്ളൂ. നിങ്ങൾ ഒരാളോട് നിങ്ങൾ എനിക്ക് ഇത് ചെയ്തു തരണം, കാരണം ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് ദേഷ്യവും അകൽച്ചയും തോന്നാൻ സാധ്യതയുണ്ട്. അവർ ചെയ്ത സഹായം ഒരു ഭാരമായി അവർക്ക് തോന്നും. എന്നാൽ നിങ്ങൾ എനിക്ക് ഇത് ചെയ്തുതന്നാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഈ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അവർക്ക് തങ്ങളുടെ സ്വാർത്ഥയെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നു. ഇത് നിങ്ങളെ സഹായിക്കാൻ അവരെ പ്രേരിപ്പിക്കും. ഈ നിയമം വിജയിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാ. നേട്ടം വ്യക്തമാക്കുക. നിങ്ങൾ ആവശ്യപ്പെടുന്ന സഹായം അവർക്ക് എങ്ങനെയെല്ലാം നേട്ടമുണ്ടാക്കും എന്ന് വളരെ വ്യക്തമായി പറയുക. അത് പണമോ പ്രശസ്തിയോ അധികാരമോ പുതിയ അവസരങ്ങളോ ആകാം. വികാരങ്ങളെ ഒഴിവാക്കുക. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇത് ചെയ്യണം എന്നോ ഞാൻ വളരെ ദുഃഖിതനാണ് അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്നോ ഉള്ള വികാരപരമായ അപേക്ഷകൾ ഒഴിവാക്കുക. ഇത് ആളുകൾക്ക് ഒരു ബാധ്യയായി തോന്നാൻ സാധ്യതയുണ്ട്. ഭാവിയിലേക്ക് നോക്കുക. ഒരാളുടെ പഴയ സഹായങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് പകരം ഈ സഹായത്തിലൂടെ അവർക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ചുരുക്കത്തിൽ ആളുകളെ സ്വാധീനിക്കാൻ അവരുടെ ദയയോ നന്ദിയോ ഓർമ്മിപ്പിക്കാതെ അവരുടെ ആഗ്രഹങ്ങളെയും സ്വാർത്ഥയെയും ഉപയോഗിക്കുക. ഈ തത്വമാണ് ഒരുപാട് കാര്യങ്ങൾ നേടാൻ നിങ്ങളെ സഹായിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. ചാണക്യന്റെ തന്ത്രം. മഗധയിലെ രാജാവായിരുന്ന നന്ദനെ പരാജയപ്പെടുത്താൻ ചന്ദ്രഗുപ്തനെ സഹായിക്കാൻ ചാണക്യൻ ആസൂത്രണം ചെയ്തത് എങ്ങനെയാണ്? ചാണക്യൻ ചന്ദ്രഗുപ്തനോട് നിങ്ങൾ എന്റെ ശിഷ്യനാണ്, അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞില്ല. പകരം നിങ്ങൾ ഈ യുദ്ധത്തിൽ വിജയിച്ചാൽ മഗധ എന്ന വലിയ രാജ്യത്തിന്റെ ചക്രവർത്തിയാകും, നിങ്ങളുടെ പേര് ലോകം മുഴുവൻ അറിയപ്പെടും എന്ന് പറഞ്ഞു. ചന്ദ്രഗുപ്തന് ഒരു സാധാരണക്കാരനിൽ നിന്ന് ഒരു ചക്രവർത്തിയാകാനുള്ള അവസരം ലഭിച്ചു. ഈ വലിയ നേട്ടമാണ് ചന്ദ്രഗുപ്തനെ മുന്നോട്ട് നയിച്ചത്. സിനിമ. ശിവാജി ദി ബോസ്. സിനിമയിൽ അഴിമതിക്കെതിരെ പോരാടുന്ന ശിവാജിക്ക് ഒരു വലിയ തുക ആവശ്യമായി വരുന്നു. താൻ മുമ്പ് സഹായിച്ച ഒരാളോട് ശിവാജി ഞാൻ നിങ്ങളെ സഹായിച്ചതുകൊണ്ട് നിങ്ങൾ എനിക്ക് പണം തരണം എന്ന് ചോദിക്കുന്നില്ല. പകരം അയാൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എനിക്ക് ഈ പണം നൽകിയാൽ അത് നിങ്ങളുടെ സ്വന്തം പേരിലുള്ള ഒരു ആശുപത്രി ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിക്കാം. അതിലൂടെ നൂറുകണക്കിന് ആളുകൾക്ക് സൗജന്യ ചികിത്സ ലഭിക്കും, നിങ്ങളുടെ പേര് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഓർമ്മിക്കപ്പെടും. ഈ വാഗ്ദാനം ആ വ്യക്തിക്ക് പ്രശസ്തിയും നല്ല പേരും ഉണ്ടാക്കി കൊടുക്കുന്നു. അതുകൊണ്ടാണ് അയാൾ സഹായം നൽകാൻ തയ്യാറായത്. ചരിത്രം. ജൂലിയസ് സീസറും റോമൻ ജനതയും. ജൂലിയസ് സീസർ സൈനികരെ ആകർഷിക്കാൻ ശ്രമിച്ചത് റോമിനു വേണ്ടി യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല. പകരം എന്റെ കൂടെ യുദ്ധം ചെയ്യുന്ന ഓരോ സൈനികനും വലിയൊരു ഭൂമിയുടെ ഉടമയാകും, ധനികനായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങാം എന്ന് വാഗ്ദാനം ചെയ്തു. ഈ വാഗ്ദാനം സൈനികരെ വലിയ വിജയങ്ങളിലേക്ക് നയിച്ചു. അവർ രാജ്യത്തിനു വേണ്ടിയല്ല സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് അവർക്ക് തോന്നി. സിനിമ. ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ ഒരാളോട് സഹായം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, നിനക്ക് എന്റെ ഒരു സഹായം ആവശ്യമുണ്ട് അല്ലേ? അത് ഞാൻ ചെയ്തുതരാം. എന്നാൽ ഒരു ദിവസം ഞാൻ നിന്നെ തേടിവരും, അന്ന് നീ എനിക്ക് ഒരു സഹായം തിരിച്ചു ചെയ്യേണ്ടിവരും. ഇവിടെ ഡോൺ ചെയ്യുന്നത് സഹായം ചോദിക്കുമ്പോൾ ഒരു കടപ്പാട് ഉണ്ടാക്കുകയാണ്. ആ വ്യക്തിക്ക് ഡോണിന്റെ സഹായം അത്യാവശ്യമായതുകൊണ്ട് അയാൾക്ക് ഒരു കടപ്പാട് ഉണ്ടാകുന്നു. ചരിത്രം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ രാജാക്കന്മാരുടെ സഹായം തേടിയത് ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ല. പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ സഹായിക്കാം, അതിലൂടെ നിങ്ങളുടെ രാജ്യം വികസിപ്പിക്കാം, കൂടുതൽ അധികാരം നേടാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ വാഗ്ദാനത്തിൽ ആകൃഷ്ടരായി പല രാജാക്കന്മാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി സഖ്യമുണ്ടാക്കി. സിനിമ. ദി ഡാർക്ക് നൈറ്റ്. ജോക്കർ എന്ന വില്ലൻ ആളുകളോട് സഹായം ചോദിച്ചത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. അവൻ പോലീസുകാരോട് നിങ്ങൾ എന്നെ സഹായിച്ചാൽ നിങ്ങൾക്ക് കോടീശ്വരനാവാം എന്ന് പറയുന്നു. ആളുകളുടെ ആർത്തിയും പണത്തോടുള്ള മോഹവും ചൂഷണം ചെയ്ത് ജോക്കർ തന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നു. അവരുടെ ദയയിലോ നന്ദിയിലോ അല്ല, പണത്തോടുള്ള ആഗ്രഹത്തിലാണ് ജോക്കർ അപ്പീൽ ചെയ്തത്. ചരിത്രം. അമേരിക്കൻ സ്വാതന്ത്ര്യസമരം. ജോർജ് വാഷിംഗ്ടൺ തന്റെ സൈനികരോട് യുദ്ധത്തിൽ ചേരാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രരായാൽ നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി ലഭിക്കും, നികുതി നൽകേണ്ടി വരില്ല, സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ വാഗ്ദാനം സാധാരണക്കാർക്ക് വലിയൊരു സ്വപ്നമായി തോന്നി. സിനിമ. ഹാരി പോട്ടർ. ഹാരി പോട്ടറിനെ സഹായിക്കാൻ റൺ, ഹെർമിയോണി തുടങ്ങിയ സുഹൃത്തുക്കൾ എപ്പോഴും തയ്യാറാണ്.
കാരണം അവർ ഹാരിയോടൊപ്പം നിൽക്കുമ്പോൾ അവർ ഒരു വലിയ ദൗത്യത്തിൽ പങ്കാളികളാകുന്നു. അവർ ലോകത്തെ രക്ഷിക്കുന്ന ഒരു സംഘത്തിന്റെ ഭാഗമാകുന്നു. ഈ വലിയ നേട്ടമാണ് അവരെ നയിക്കുന്നത്. ചരിത്രം. അക്ബർ ചക്രവർത്തി. അക്ബർ രാജാവ് ഹിന്ദു രാജാക്കന്മാരുമായി സൗഹൃദം സ്ഥാപിച്ചത് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ടല്ല. പകരം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ രാജ്യങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാം, വ്യാപാരികൾക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാം, നമ്മുടെ സംസ്കാരം കൂടുതൽ ശക്തമാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് എല്ലാ രാജാക്കന്മാർക്കും ഒരു നേട്ടമായി തോന്നി. സിനിമ മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ സണ്ണി ഡോക്ടറോട് ഗംഗയുടെ പ്രശ്നങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ഒരു നല്ല ഡോക്ടറാണ്, അതുകൊണ്ട് സഹായിക്കണം എന്ന് പറയുന്നില്ല. പകരം നിങ്ങൾ ഈ കേസ് ഏറ്റെടുത്താൽ ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ നേട്ടമാകും, ലോകം മുഴുവൻ നിങ്ങളെ അംഗീകരിക്കും എന്ന് പറയുന്നു. ഈ വാഗ്ദാനം ഡോക്ടറെ ആ കേസ് ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കുന്നു.